ഹൃദയാഘാതത്തെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ തിരുവനന്തപുരത്തെ SUT ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെടുന്ന അദ്ദേഹത്തിന്റെ കിഡ്നികളുടെ പ്രവർത്തനങ്ങളും സാധാരണ നിലയിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് മെഡിക്കൽ സംഘം. എനിക്കെൻ്റെ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞു വാശി പിടിക്കുന്ന ആ 4 വയസ്സുകാരനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നറിയാതെ ഉഴലുന്ന പിതൃ സഹോദരിയോട് എൻ്റെ അമ്മ എവിടെ എന്ന ചോദ്യവുമായി വീണ്ടും വീണ്ടും തേങ്ങിക്കരയുന്ന ആ കുരുന്ന ബാലൻ്റെ മുടിയിഴകളിൽ വിരലോടിച്ച് അമ്മ വരും അച്യുതായി എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് പിതൃ സഹോദരി. അമ്മയെ കാണണമെന്ന വാശിയുമായി ഒന്നും കഴിക്കാൻ പോലും കൂട്ടാക്കാതെ കരഞ്ഞു കരഞ്ഞു തളർന്ന ആ കുട്ടിയെയും ഒക്കത്തെടുത്ത് മുറ്റത്തേക്കിറങ്ങിയ പിതൃ സഹോദരി കാൽ പൊള്ളിക്കുന്ന പൂഴിമണ്ണിലൂടെ നടന്നത് വീടിനും കുറച്ചകലെയുള്ള പറമ്പിലേക്ക്. അച്ഛൻ്റെ വീടിനും 200 മീറ്ററോളം മാറി പുതുതായി കെട്ടിയുണ്ടാക്കിയ ഒരു ഒറ്റമുറി ഓലപ്പുരയിൽ മരണം കാത്തുകിടക്കുന്ന തൻ്റെ സഹോദര ഭാര്യയുടെ അടുത്തേക്കാണ് അവർ കുഞ്ഞുമായി നടന്നത്. അമ്മ വസൂരി രോഗം ബാധിച്ച് ആ ഒറ്റമുറിയിൽ ദേഹമാസകലം മഞ്ഞളരച്ച് തേച്ച് ആര്യവേപ്പില നിരത്തിയ തഴപ്പായിൽ മരണത്തെ മുഖാമുഖം കണ്ടുകിടക്കുന്ന കാര്യം ആ 4 വയസ്സുകാരന് അറിയില്ലല്ലോ. ആ ഓലപ്പുരയ്ക്ക് സമീപമെത്തി കാതോർക്കുമ്പോൾ സഹോദര ഭാര്യയുടെ ഞരക്കവും മൂളലുകളും അവർ തിരിച്ചറിഞ്ഞു. അക്കമ്മനാത്തൂനെ, ഡി അക്കമ്മച്ചിയെ, നിന്നെ അച്ചൂന് കാണണമെന്ന്. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ക്ഷീണിതയായ അക്കമ്മയുടെ ഒച്ച പുറത്തേക്ക് വന്നു. വേണ്ട നാത്തൂനെ, അവനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, എൻ്റെ കൊച്ചിന് ദീനം പകരും. എന്നിട്ട് അവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മോനെ അച്ചൂട്ടാ, അമ്മ വരാം, അമ്മയുടെ ദീനം ഒന്ന് മാറട്ടെ, മോൻ പോയി കഞ്ഞി കുടിക്ക്, ഉച്ചയായില്ലേ. അമ്മയ്ക്ക് വയ്യ എന്ന് കുഞ്ഞച്യുതന് മനസ്സിലായെങ്കിലും പിതൃ സഹോദരിക്കൊപ്പം വീട്ടിലേക്ക് തിരികെ നടക്കുമ്പോൾ സങ്കടവും തേങ്ങലും അടക്കാൻ ആ ബാലന് കഴിഞ്ഞില്ല. ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞു. ആ ഒറ്റമുറി ഓലപ്പുരയിൽ നിന്നും ആ അമ്മ പിന്നീട് ഒരിക്കലും തിരികെ വീട്ടിലേക്ക് എത്തിയില്ല. അച്യുതനെ വാരിപ്പുണർന്ന് അമ്മ ഒരു ഉമ്മ വെച്ചില്ല. 4 വയസ്സിൽ തന്റെ അമ്മ അവന് എന്നേക്കുമായി നഷ്ടമാവുകയായിരുന്നു. പിന്നീട് 11ാം വയസ്സിൽ പ്രിയപ്പെട്ട പിതാവും മരിച്ചതോടെ അച്യുതനെയും അനിയത്തി ആഴിക്കുട്ടിയെയും വളർത്തിയത് പിതൃ സഹോദരിയായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടമായ അച്യുതൻ പിന്നീട് അച്ഛനമ്മമാരില്ലാത്ത ദുഃഖം പേറി വളർന്ന ഒരുപാട് അനാഥ ജന്മങ്ങൾക്കും അമ്മമാർക്കും താങ്ങും തണലുമായി. അതെ, ഈ കഥയിലെ 4 വയസ്സുകാരനാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്തനായ നേതാവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ദീർഘകാലം പ്രതിപക്ഷ നേതാവുമൊക്കെയായി മാറിയ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അച്യുതാനന്ദൻ. ബ്രിട്ടീഷ് തിരുവിതാംകൂറിന്റെ മണ്ണിലും പിന്നീട് കൊച്ചിയിലും മലബാറിലുമെല്ലാം ആദ്യമായി കമ്മ്യൂണിസത്തിന്റെ വിത്തുകളെറിഞ്ഞ് വേര് പിടിപ്പിച്ച സഖാവ് P. കൃഷ്ണപിള്ളയാണ് രക്തസാക്ഷികളുടെ മണ്ണായി മാറിയ പുന്നപ്രയിൽ നിന്നും കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് വീര്യമായി ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന VS എന്ന 2 അക്ഷരങ്ങളിൽ ജനമനസ്സുകളിൽ ഇടം നേടിയ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിപ്ലവ തറവാട്ടിലേക്ക് എത്തിച്ചത്. രൂപീകരണകാലം മുതലുണ്ടായിരുന്ന സഹാക്കളിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാളും VS എന്ന വിപ്ലവ സൂര്യൻ തന്നെ. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെട്ട അമ്പലപ്പുഴ താലൂക്കിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് ശങ്കരന്റെയും അക്കമ്മയുടെയും 4 മക്കളിൽ മൂന്നാമനായി 1923 ഒക്ടോബർ 23 അന്നത്തെ ബ്രിട്ടീഷ് തിരുവിതാംകൂറിലാണ് അച്യുതാനന്ദൻ ജനിച്ചത്. ഒരു നൂറ്റാണ്ടിലേറെയായി ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും കേരളം കണ്ട കഴിവുറ്റ ഭരണകർത്താവും മാത്രമല്ല തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾക്കായി കത്തിജ്വലിച്ച സഖാവുമാണ് VS എന്ന് മറ്റൊരു മുഖവരിയുമില്ലാതെ പറയാനാകും. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് അച്യുതാനന്ദനെ അയച്ചതും P. കൃഷ്ണപിള്ളയായിരുന്നു. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുക്കവേ അറസ്റ്റ് വാറണ്ട് എത്തുകയും പൂഞ്ഞാറിലേക്ക് ഒളിവിൽ പോവുകയും ചെയ്ത VSനെ പിടികൂടിയ പാലാ പോലീസ് കട്ടിച്ചൂരൽ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ കാൽവെള്ളകൾ രണ്ടും അടിച്ചു പൊട്ടിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ജയിലിലടക്കുകയും ചെയ്തു. പാലാ സബ് ജയിലിലും പൂജപ്പുരയിലുമായി 4 കൊല്ലത്തിലേറെ ജയിൽവാസം. 1940 പാർട്ടി അംഗമായ VS 1952 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായി. 1980 മുതൽ 91 വരെ 3 തവണ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി. 1986 മുതൽ 2009 വരെയുള്ള 23 വർഷം പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായി. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നതിനു ശേഷം 1965 മുതൽ 2016 വരെയുള്ള കാലയളവിൽ 10 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിയായി. അതിൽ 7 തവണ തെരഞ്ഞെടുക്കപ്പെട്ടു. 1992, 96, 2001, 2006, 2011, 2016 വരെയുള്ള കാലയളവിൽ നിയമസഭാ പ്രതിപക്ഷ നേതാവായി. 1998 മുതൽ 2001 വരെ ഇടതുമുന്നണിയുടെ കൺവീനറായും VS പ്രവർത്തിച്ചു.
7 തവണ നിയമസഭയിലേക്ക് ജയിച്ച അദ്ദേഹം ഒരിക്കൽ പോലും മന്ത്രിയായിട്ടില്ല. പക്ഷേ രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രത്തിൽ 83-ാം വയസ്സിൽ മുഖ്യമന്ത്രിയായ ചരിത്രവും VSന് സ്വന്തമായി. 14-ാം നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗവും അച്യുതാനന്ദനായിരുന്നു. 2021-ൽ തന്റെ 97-ാം വയസ്സിൽ അദ്ദേഹം നിയമസഭാ അംഗമായിരുന്നു. കേരളത്തിന്റെ 20-ാമത്തെ മുഖ്യമന്ത്രിയും. അതിനു മുമ്പ് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലും അദ്ദേഹം മന്ത്രിയാകാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നത് മന്ത്രിപദമോ മുഖ്യമന്ത്രി പദമോ 83 വയസ്സുവരെ ഈ ഉത്തമ കമ്മ്യൂണിസ്റ്റിനെ മോഹിപ്പിച്ചിട്ടില്ല എന്നതിന് ഉത്തമ ഉദാഹരണമാണ്. പാർട്ടി പോളിറ്റ് ബ്യൂറോയുടെ നിർദ്ദേശപ്രകാരമാണ് VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്. അനധികൃത റവന്യൂ ഭൂമി കയ്യേറ്റം, മണൽ മാഫിയ, മൂന്നാർ കയ്യേറ്റം, വനംകൊള്ള എന്നിവയ്ക്കെല്ലാം എതിരെ ശക്തമായി നടപടിയെടുത്ത ഭരണാധികാരിയായിരുന്നു VS അച്യുതാനന്ദൻ. 2006-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 സീറ്റുകളിൽ 98 നേടിയാണ് VS കേരളത്തിന്റെ ഭരണചക്രം ഏറ്റെടുത്തത്. കേരള നിയമസഭയിൽ 37 കൊല്ലവും 7 മാസവും 21 ദിവസവും അംഗമായിരുന്നു ഈ വിപ്ലവ ചൈതന്യമെന്നും പറയാതെ വയ്യ. R ബാലകൃഷ്ണപിള്ളയ്ക്ക് ജയിൽ ജീവിതം സമ്മാനിച്ച വിധിക്ക് പിന്നിലും അച്യുതാനന്ദന്റെ ഇടപെടലുകൾ തന്നെയായിരുന്നു മൂലകാരണവും. സ്മാർട്ട് സിറ്റി കരാർ പരിഷ്കരിച്ച് ഒപ്പുവെക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് എടുത്തു പറയേണ്ട ഒന്നാണ്. 102 വയസ്സ് പിന്നിടുമ്പോഴും സഖാവ് അച്യുതാനന്ദൻ സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കൃത്യമായി അറിയുന്നുണ്ടായിരുന്നു. പത്രം വായിച്ചു കേൾക്കുമായിരുന്നു. യോഗയിൽ ശ്രദ്ധാലുവായിരുന്നു. നിലമ്പൂർ ഫലപ്രഖ്യാപന ദിവസം രാവിലെയാണ് സഖാവ് VS ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ ശ്രീ ഉത്രാടം തിരുനാൾ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടത്. അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള VSന് കടുത്ത ശ്വാസതടസ്സവുമുണ്ട്. കിഡ്നികളുടെ പ്രവർത്തനവും സാധാരണ നിലയിലേക്ക് എത്തേണ്ടതുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ രൂപം കൊണ്ടതിന്റെ 100-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ 102 വയസ്സ് പിന്നിട്ട VSും അതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിത്വമാണ്. തന്റെ 17-ാം വയസ്സിൽ കമ്മ്യൂണിസത്തെ നെഞ്ചിലേറ്റിയ VS ഇന്നും ആ ചെങ്കനൽ തന്റെ ഇടനെഞ്ചിൽ ഊതിപ്പെരിപ്പിക്കുകയാണ്. ജീവിതം തന്നെ പാർട്ടിക്കായി ഒഴിഞ്ഞുവെച്ച ആ വിപ്ലവബോധം ഇന്നത്തെ യുവ കമ്മ്യൂണിസ്റ്റുകൾ പാഠപുസ്തകമാക്കണം. പ്രിയപ്പെട്ട VS അതിവേഗം സുഖപ്പെടട്ടെ എന്ന് ഞങ്ങൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. വിപ്ലവ ഓർമ്മകൾ മെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് തറവാടിന്റെ കിഴക്കിനിക്കോലായിൽ ചാരുകസേരയിൽ നെഞ്ചും വിരിച്ച് തലയുയർത്തിയിരിക്കുന്ന VS ശങ്കുരൻ അച്യുതാനന്ദനെ വീണ്ടും കേരളത്തിലെ ജനങ്ങൾ കാണട്ടെ. സമരഭൂമിയായ പുന്നപ്രയുടെ മണ്ണിൽ ജനിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിയിൽ വടവൃക്ഷമായി പടർന്നു പന്തലിച്ച് പ്രിയ സഖാവെ പൂർണ്ണ ആരോഗ്യവാനായി മടങ്ങിവരിക. കേരളത്തെ സ്വതസിദ്ധമായ പ്രസംഗ ശൈലിയിലൂടെ കേരളത്തിലെ ജനങ്ങളെ കോരിത്തിരിപ്പിച്ച ആ വാക്കുകൾ ഒരിക്കൽ കൂടി ഉയർന്നു കേൾക്കാൻ രാഷ്ട്രീയ കേരളം ഇപ്പോഴും കാത്തിരിക്കുന്നു. രോഗക്കിടക്കയിൽ നിന്നും പ്രിയ സഖാവ് തിരിച്ചു വരുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ടീം A to Z ന്യൂസ് മലയാളം 24.